Dear students, welcome to Learner's World. In this video, I'm going to talk about teamwork is hard work. Here is how to build the skills to do it well by Anne Kowal Smith, FAUGP Semester 4, SEC Commerce and Management, Calicut University. Summary of teamwork is hard work. Here is how to build the skills to do it well. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ ടീം വർക്ക്, അതായത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇൻഡിവിജ്വൽ വർക്കിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതായത് ഇൻഡിവിജ്വലി നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ പ്രൊമോഷൻ നൽകി ആ ഒരു കമ്പനിക്കകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണത് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ടീം വർക്ക് എന്ന് പറയുന്നത് ഒരു സക്സസ്സിലേക്ക് നയിക്കും. ടീം വർക്കാണ്, അതായത് ഒരു കൂട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത്. എങ്ങനെ ഈ ഒരു ടീം വർക്ക് ബിൽഡപ്പ് ചെയ്യാം, എങ്ങനെ ഈ ഒരു കഴിവ് ബിൽഡപ്പ് ചെയ്യാം, അതിനുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ പറയുന്നത്. ആൻ കൊവാൽ സ്മിത്ത് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇൻ ദ ആർട്ടിക്കിൾ ടീം വർക്ക് ഈസ് ഹാർഡ് വർക്ക്, ഹിയർ is how to build the skills to do it well. Anne Kowal Smith explains that the success of a team depends not on the intelligence of individual members but on collective intelligence, the ability of a group to think and work effectively together. She argues that high-performing teams succeed because of the way members communicate, listen and cooperate with one another. അപ്പോൾ ഇതിൽ ആൻ കൊവാൽ സ്മിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വിവരിക്കുന്നത് ഒരു സക്സസ് ആയിട്ടുള്ള ടീം എന്ന് പറയുന്നത് അതിൽ മെമ്പേഴ്സിൻ്റെ ഇൻ്റലിജൻസ് മാത്രമല്ല, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ആണ്, ഒരു കൂട്ടായ ബുദ്ധിയാണ് ഇവിടെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. അതുപോലെ ഈ ഒരു ടീം വർക്കിന് അതിലെ മെമ്പേഴ്സിന് നല്ല രീതിയിൽ മെമ്പേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തണം, അതുപോലെ ലിസൺ ചെയ്യണം. ലിസണിങ് എന്ന് പറയുന്നത് പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവർ പറയുന്നത് നല്ല രീതിയിൽ കേൾക്കണം. അതുപോലെ ഓരോരുത്തരും പരസ്പരം സഹകരണത്തിലൂടെ പോയാൽ മാത്രമേ ഒരു ടീം വർക്ക് സക്സസ് ആവുള്ളൂ. The article begins by referring to Beatrice Flamini, who spent 500 days alone in a cave. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഒരു റെഫറൻസ് പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ബിയാട്രിസ് ഫ്ലാമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 500 ഡേയ്സ് ഒരു ഗുഹയിൽ താമസിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള അതിനേക്കാൾ ടീമായിട്ട് നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് കാണിക്കാനാണ്. While her achievement proves that individuals can endure isolation, the author emphasizes that human beings are naturally social creatures. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന് ഏകാന്തമായിട്ട് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വർക്കിലൂടെ ഓഥർ പറയാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യണം മനുഷ്യന്. ത്രൂഔട്ട് ഹിസ്റ്ററി കോപ്പറേഷൻ ഹാസ് ഹെൽപ്ഡ് ഹ്യൂമൻ സർവൈവ് ആൻഡ് പ്രോഗ്രസ്. അതായത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രമേ ചരിത്രത്തിലൊക്കെ ഉടനീളം നമുക്ക് കാണാൻ കഴിയും, ഒത്തൊരുമയിലൂടെ മാത്രമേ മനുഷ്യന് പുരോഗതിയുള്ളൂ എന്നുള്ളത്. ഹവെവർ മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് പ്ലേസസ് ഫോക്കസ് മോർ ഓൺ ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ് ദാൻ ടീം വർക്ക്. അതായത് മോഡേൺ എഡ്യൂക്കേഷനും അതുപോലെ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലൊക്കെ വർക്ക് പ്ലേസുകളിൽ കൂടുതൽ ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്, ടീം വർക്കിനല്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസാണ് നന്നായി പെർഫോം ചെയ്യേണ്ടത്. അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും മുന്നിലായിരിക്കണം എന്നുള്ള ചിന്ത വരും. പ്രൊമോഷൻസ് ഉണ്ടാകുന്നുണ്ട്, അതായത് ഇൻഡിവിജ്വൽസിനാണ് ഈ പ്രൊമോഷനൊക്കെ നൽകുന്നത്. However, modern education and workplaces focus more on individual achievement than teamwork. Companies often reward personal performance, expecting teamwork to happen automatically. This approach creates competition rather than collaboration. അതായത് ഇൻഡിവിജ്വൽസ് ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നതിലൂടെ അവർക്ക് പ്രൊമോഷനും അങ്ങനെയുള്ള ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നൽകും. അതിലൂടെ അവർ വീണ്ടും മുന്നേറണം, ഇൻഡിവിജ്വലി മുന്നേറണം എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ അവിടെ ഓക്കെ ഒരു കോമ്പറ്റീഷൻ വളരുന്നുണ്ട്, മത്സരം ഈ ഒരു കമ്പനിക്കകത്ത് വളരുന്നുണ്ട്, ഇൻഡിവിജ്വൽസിൻ്റെ അകത്ത്. അവിടെ കോമ്പറ്റീഷനാണ് വളരുന്നത്, കൊളാബറേഷൻ അല്ല, ഒരു കൂട്ടായ പ്രവർത്തനം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. Research shows that the real secret of successful teams is collective intelligence.
ആൻഡ് IQ like quality that predicts how well a team can solve problems together. അപ്പോൾ റിസർച്ച് കാണിക്കുന്നത് ഒരു സക്സസ്ഫുൾ ടീമിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് കളക്റ്റീവ് ഇൻ്റലിജൻസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ സ്മോൾ ദ ഇൻഡിവിജ്വൽസ് ആർ ബട്ട് അബൌട്ട് ഹൗ ദേ ഇൻറ്ററാക്ട്. അതായത് ആ ഒരു ടീമിൻ്റെ മെമ്പേഴ്സിന് എത്രത്തോളം ബുദ്ധി ഉണ്ടെന്ന് അളക്കുന്നില്ല, അതിന് പകരമായിട്ട് എങ്ങനെയാണ് അവർ ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അവർ ആശയവിനിമയം നടത്തുന്നത്, അതുപോലെ എങ്ങനെയാണ് അവർ ലിസൺ ചെയ്യുന്നത്, ഒരു കോപ്പറേഷൻ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ഓദർ ദിസ് എബിലിറ്റി ക്യാൻ ബി ഡെവലപ്ഡ് ബൈ പ്രാക്ടീസിങ് 5 ഇമ്പോർട്ടൻറ്റ് സ്കിൽസ്. അപ്പോൾ ഓദറുടെ അഭിപ്രായത്തിൽ ഈ ഒരു കഴിവ് നമുക്ക് വളർത്തിയെടുക്കാം ഇമ്പോർട്ടൻറ്റ് 5 സ്കില്ലിലൂടെ നമുക്ക് ഇത് വളർത്തിയെടുക്കാം. ഈ ഒരു ടീം വർക്ക് വളർത്തിയെടുക്കാം എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് സ്കിൽ ഈസ് ലിസണിങ് വിത്ത് ഹ്യൂമിലിറ്റി. ആദ്യത്തെ ഒരു സ്കില്ലെന്ന് പറയുന്നത് ലിസണിങ് ആണ്, ആക്റ്റീവ് ലിസണിങ്. Many people believe they are good listeners, but studies show that we often forget much of what we hear. അതായത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അവർ ഗുഡ് ലിസണേഴ്സാണ്, പക്ഷെ അവർക്ക് കേട്ടതൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹംബിൾ ലിസണിങ് മീൻസ് പേയിങ് ഫുൾ അറ്റൻഷൻ ആൻഡ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ അവർ ടേൺ ടു സ്പീക്ക്. ദിസ് ഇംപ്രൂവ്സ് ഇന്നോവേഷൻ ആൻഡ് ടീം വർക്ക്. അതായത് ഒരു ഹംബിൾ ലിസണിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് അത് കേൾക്കുക, അതിൻ്റെ ഇടയ്ക്ക് കയറി പറയാതെ അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കുക, നമ്മളുടെ ടേൺ വരാൻ കാത്തിരിക്കുക നമുക്ക് സംസാരിക്കാൻ. ഇത് ഇന്നോവേഷൻ ആൻഡ് ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യും. ദ സെക്കൻഡ് സ്കിൽ ഈസ് ആസ്കിങ് ഗുഡ് ആൻഡ് ക്യൂരിയസ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് ഒരു ടീം വർക്കിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ചോദിക്കുക, ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് സച്ചസ് വാട്ട് ഇഫ് എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഷോ റെസ്പെക്ട് ഫോർ അതർ ഐഡിയാസ്. ക്യൂരിയസ് ക്വസ്റ്റ്യൻ പ്രൊമോട്ട്സ് ഇൻക്ലൂഷൻ ആൻഡ് ഹെൽപ്പ് ബ്രിങ് ഔട്ട് ന്യൂ ഇൻസൈറ്റ്സ്. അതായത് ഇടയ്ക്ക് ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഒരു റെസ്പെക്റ്റ് കാണിക്കാനും മറ്റുള്ളവരുടെ ഐഡിയാസിന് റെസ്പെക്റ്റ് കാണിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ കാണിക്കാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ ഒരു ന്യൂ ഇൻസൈറ്റ്സ് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. The third skill is challenging strongly held assumptions. The author refers to Alexander Pope and his famous line, "A little learning is a dangerous thing." Research by David Dunning and Justin Kruger shows that people often overestimate their knowledge. Even experts may become overconfident and resist new ideas. Teams must question their beliefs and remain open-minded. മൂന്നാമത്തെ സ്കിൽ എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് സ്ട്രോങ്ലി ഹെൽഡ് അസംഷൻസ്. അതായത് എന്തെങ്കിലും അസംഷൻസ് അതിനൊക്കെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൊരു ഫേമസ് ആയിട്ടുള്ള അലക്സാണ്ടർ പോപ്പിൻ്റെ ഒരു ലൈൻ പറയുന്നുണ്ട്, എ ലിറ്റിൽ ലേണിംഗ് ഈസ് ഡേഞ്ചറസ് തിങ്. അതായത് കുറച്ച് അറിവെന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് എക്സ്പേർട്സ് ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും അവരുടെ ഐഡിയാസിൽ, അതുകൊണ്ട് തന്നെ അവർ ന്യൂ ഐഡിയാസൊക്കെ വരുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യാറുണ്ട്. ടീംസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ബിലീഫിനെ ക്വസ്റ്റ്യൻ ചെയ്യണം ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട്. ദ ഫോർത്ത് സ്കിൽ ഈസ് ഡിസഗ്രീയിങ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് വിത്തൗട്ട് റിട്രിബ്യൂഷൻ. നാലാമത്തെ സ്കില്ല് എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഡിസഗ്രി ചെയ്യണം. ഹെൽത്തി ഡിസഗ്രിമെൻറ്റ് പ്രിവെൻസ് ഗ്രൂപ്പ് തിങ്ക് ആൻഡ് ലീഡ്സ് ടു ബെറ്റർ ഡിസിഷൻസ്. അതായത് ചില അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ അതിനെ ഡിസഗ്രി ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകണം. ഇതുമൂലം ഒരു ബെറ്റർ ഡിസിഷനിലേക്ക് ഒരു തീരുമാനം എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫോർ ദിസ് ടു ഹാപ്പൻ ടീം മെമ്പേഴ്സ് മസ്റ്റ് ഫീൽ സൈക്കോളജിക്കലി സേഫ് കോൺഫിഡൻറ്റ് ദാറ്റ് ദേ ക്യാൻ എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് വിത്തൗട്ട് ഫിയർ. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിലെ ടീം മെമ്പേഴ്സിന് അവർ സൈക്കോളജിക്കലി സേഫ് ആകും, കോൺഫിഡൻ്റ് ആകും, അവർക്ക് ഒരു പേടിയില്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയാൻ കഴിയും. ദ ഫിഫ്ത്ത് സ്കിൽ ഈസ് വൈഡനിങ് ദ സർക്കിൾ ഓഫ് എമ്പതി. പീപ്പിൾ നാച്ചുറലി ഡിവൈഡ് അതേഴ്സ് ഇൻ ടു അസ് ആൻഡ് ദെം വിച്ച് ക്രിയേറ്റ്സ് ബയാസ്. അതായത് അഞ്ചാമത്തെ സ്കിൽ എന്ന് പറഞ്ഞാൽ വൈഡൻ ദ സർക്കിൾ ഓഫ് എമ്പതി. അതായത് ആളുകൾ മറ്റുള്ളവരെ ഞങ്ങൾ, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യും. വിച്ച് ക്രിയേറ്റ്സ് ബയാസ്. അതെന്ത് ഒരു ചായ്വ് ഉണ്ടാക്കാൻ കാരണമാകും. ദ ഓദർ മെൻഷൻസ് ന്യൂറോ സയൻറ്റിസ്റ്റ് റോബർട്ട് സ്പോൾസ്കി ആൻഡ് സ്കോളർ ജാമിൽ സക്കി who explain that empathy can expanded through practice. By building trust and understanding, teams can overcome bias and work more effectively. അതായത് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു
ചായ്വുകളൊന്നും ഇല്ലാതെ ടീം വർക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയും. In conclusion, the author stresses that while individual achievements are impressive, today's complex world requires collaboration. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഓഥർ ഇതിൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് വ്യക്തിപരമായിട്ടുള്ള നേട്ടം ഇമ്പോർട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ കൊളാബറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ടീം വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. To solve modern challenges, teams must develop and practice these 5 skills. Without collective intelligence, people may end up working in isolation, like being trapped in individual caves. അപ്പോൾ ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ ആളുകൾ ഇൻഡിവിജ്വലി ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ, ഇൻഡിവിജ്വലി അച്ചീവ് ചെയ്യുന്നതിലൂടെ അവർ ഒരു ഐസൊലേഷനിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും, ഒരു ഒറ്റപ്പെട്ട രീതിയിലായിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വൽ കേവ്സിൽ, ഒരു ഗുഹയിൽ അടക്കപ്പെട്ട പോലെ ആയിരിക്കും. അതുകൊണ്ട് കൊളാബറേഷൻ, ഒരു ടീം വർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു 5 ഇമ്പോർട്ടൻറ്റ് സ്കില്ലുകൾ നമുക്കൊരു ടീം വർക്കിൽ അപ്ലൈ ചെയ്യാം.